ഹലോ ഗായ്സ്, വെൽക്കം ടു വാതസ്മിനി കിച്ചൻ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആണ് അൽഹംദുലില്ലാ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫൈനലി 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓൺലി ഇൻ ഇൻസ്റ്റ ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് ഇത് ഞാൻ 1K അടിച്ചിട്ട് പ്രത്യേകം ഉണ്ടാക്കാൻ വെച്ച കേക്കാണ് കേട്ടോ. ഒരു 5 മാസം മുമ്പ് ഓക്കെ. എന്നിട്ട് 5 മാസം വരെ ഞാൻ ഇങ്ങനെ എൻ്റെ ക്രേവിങ്സിനൊക്കെ കടിച്ച് പിടിച്ച് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൂഅഫ്സ മിൽക്ക് കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളെ റൂഅഫ്സ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു ബൗളെടുത്ത് വെക്കുക. അതിനകത്തോട്ട് 3 മുട്ട ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൗഡർഡ് ഷുഗർ ആക്കി എടുക്കാം. മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാം. എന്നിട്ട് നമുക്ക് അടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വരുമ്പോഴത്തേക്കും 1 കപ്പ് പഞ്ചസാര കേട്ടോ. അത് മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മുട്ടൻ്റെ ഒരു റോ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കാം. അപ്പം നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമുക്കൊരു സ്പാച്ചില എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഈ ലിക്വിഡ് മിക്സും വെറ്റ് മിക്സും ഡ്രൈ മിക്സും കൂടെ ഒരുമിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ടിന്നിന് ജസ്റ്റ് ഒന്ന് ബട്ടർ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പുറത്ത് മൈദ ഇട്ടിട്ട് ഡസ്റ്റ് ചെയ്തിട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പേപ്പർ ഇടാം. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുക ബേക്കിംഗ് പേപ്പറാണ് കേട്ടോ. ഇത് ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കിയ കേക്കാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ബേക്കിംഗ് പേപ്പർ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ. അപ്പോൾ നമ്മളൊരു കടായി എടുത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടോ. എന്നിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത് മൂടിയൊക്കെ വെച്ച് ഇട്ടോ. ഓക്കെ, എന്നിട്ട് അതിനകത്തോട്ട് നമ്മളുടെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് ഇനി 30 മിനിറ്റ്സ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിൽക്ക് ഉണ്ടാക്കാം. നമുക്ക് ഒഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം. അതിനകത്തോട്ട് ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് റൂഅഫ്സ ഒഴിച്ചെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുസരിച്ച്. ഓക്കെ, കുറച്ചുകൂടെ ചോയ്സ്. ഇത് ഭയങ്കര ലൈറ്റ് കിട്ടും. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചെടുക്കാം. ഗൈസ്, റോസൊക്കെ നല്ല മധുരമുണ്ട്, നോക്കിയിട്ടൊക്കെ ഒഴിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേക്ക് ആകുമ്പോൾ മധുരം വേണം, അല്ലെങ്കിൽ അത് കേക്കല്ല. ഓക്കെ, മിക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ സാഷേ ഇത് 2 ഇട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇടുക. അതിനകത്തോട്ട് കുറച്ച് പാലങ്ങോട്ട് വയ്ക്കുക, എന്നിട്ട് വിപ്പ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പാലൊഴിച്ച് കൊടുക്കാം, ചിൽഡ് പാൽ. ഓക്കെ, ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം, സ്റ്റിഫാക്കി എടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ കേക്ക് റെഡി ആവട്ടെ, നമുക്ക് ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം മുകളിൽ കൂടെ ചേച്ച് കൊടുക്കാം. അതുവരെ നമ്മളിത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ കേക്ക് നല്ലോണം പൊന്തി വന്നിട്ടോ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെന്താക്കി, നമ്മളുടെ സൈഡിലിട്ടിരുന്ന പൊടിയൊക്കെ ഇല്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാണ് കളഞ്ഞ്. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് എനി
മൈദേൻ്റെ റെസിഡ്യൂ. ഓക്കെ, അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ മിൽക്ക് കേക്കിൽ ആ മൈദച്ചോവ വരും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് കുത്തണം കേട്ടോ. അതാകുമ്പോൾ നമ്മളുടെ മിൽക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ആരുടെ ഉള്ള ദേഷ്യമൊക്കെ തീർക്കുന്നുണ്ട്, ആരുടെ അടുത്താണെന്നും ചോദിക്കരുത്. ഓക്കെ ഗൈസ്, ദേഷ്യം തീർക്കാൻ പറ്റിയൊരു സംഭവമാണിത്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ നമ്മൾ കുത്തിയെല്ലാം ദേഷ്യമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മിൽക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് ഒഴിക്കുക. ഫസ്റ്റ് കുറച്ച് ഒഴിക്കുക, പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെയും കുറച്ചുകൂടെ ഒഴിക്കുക. അത് അബ്സോർബ് ചെയ്യാൻ ടൈം കൊടുക്കണം. മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഫുൾ പുറത്ത് കളയരുത്. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് ഇനി അതിൻ്റെ പുറത്ത് നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതാക്കാം, എന്നാ സെറ്റാക്കി കൊടുക്കാം. നമുക്ക് നേരത്തെ അടിച്ചു വെച്ച വിപ്പിംഗ് ക്രീമില്ലേ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ട് അപ്പോൾ ആമിത്താത്തെ ഞാനും കൂടെ അതിസാഹസികമായ ഒരു ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു 4 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് ചില്ലറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം, എന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 4 മണിക്കൂറെങ്കിലും മിനിമം, മാക്സിമം എത്ര വേണമെങ്കിലും പോകാം കേട്ടോ. നമ്മളൊരു ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ ചില്ലറിൽ വെച്ചിട്ടോ. എന്നിട്ട് നമ്മൾ കേക്ക് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ക്യാമറയിൽ പിങ്കിഷ് കളർ നല്ലോണം അറിയണില്ല കേട്ടോ. പക്ഷെ നല്ല പിങ്ക് കളറുണ്ട് കേട്ടോ. കേക്കിനൊക്കെ നല്ലോണം പിടിച്ചിക്കണ് മറ്റേ മിൽക്ക് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്. അപ്പുറത്ത് വന്ന് കാണാം ഇൻഷാ അല്ലാഹ്.